വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഒരു വയലിന് ഞാൻ പോയി. അല്ലാഹുവേ പടച്ചവനെ, 2 ദിവസത്തിന്റെ വയല് കഴിഞ്ഞ ഒരു വീട്ടിൽ താമസിക്കാൻ ഒരു സഹോദരന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നു. മനോഹരമായ കൊട്ടാരം പോലൂത്ത ഭവനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ബാത്റൂമിൽ പോലും എസിയാണ് ആ ചെറുപ്പക്കാരന്റെ വീട്ടില്. മഹാനായ പാണക്കാടിന്റെ കണ്ണി സമീർ അലി ശിഹാബ് തങ്ങളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. വയല് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുമ്പോ ആ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ വീട്ടുകാരനോട് പറഞ്ഞു, അല്ല സഹോദരാ, ഈ 2 പേർക്ക് വേണ്ടി നിന്റെ വീട്ടിലുള്ള മക്കളെയും ഭാര്യയും എന്തിനാണ് നീ മാറ്റിപ്പാർപ്പിച്ചത്? അവരെ താമസം മാറ്റിയത് എന്തിനാ? കാരണം മക്കളുള്ള വീടെങ്ങനെയാണല്ലോ, എപ്പോഴും അവിടെ കളിയാണ്, എപ്പോഴും അവിടെ ചിരിയാണ്, എപ്പോഴും അവിടെ കുശുമ്പകളാണ്, എപ്പോഴും അവിടെ തമ്മിൽ തർക്കങ്ങളാണ്, എപ്പോഴും അവിടെ സന്തോഷമാണ്. ഇളയ മകൾ പ്രിയപ്പെട്ട മൂത്ത മകന്റെ പരാതികൾ വന്ന് ബാപ്പയോട് അവതരിപ്പിക്കുകയാണ്. അത് പെണ്ണും ആൺമക്കളുള്ള വീടിന്റെ അവസ്ഥയെ പറയണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ സന്തോഷമോ ആ ബഹളമോ ആ വീട്ടിൽ കാണാതിരിക്കുമ്പോ ആ വീട്ടുകാരനോട് ചോദിച്ചു, എവിടേക്കാണ് നിന്റെ ഭാര്യ മക്കളെ മാറ്റി പാർപ്പിച്ചത്? ഒന്ന് മക്കളെ കൊണ്ടുവരൂ എന്ന് ആദരണീയരായ സയ്യിദ് പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറയുകയാണ്. അവന് പറയാണ്, ഉസ്താദ്, അല്ലാഹു എനിക്കൊരു കുറവും നൽകിയിട്ടില്ല ഉസ്താദേ. കോടിക്കണക്കായ സാമ്പത്തിക സ്രോതസ്സുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അന്തമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരുപാട് ബസ്സുകളുടെ ഉടമയായ ചെറുപ്പക്കാരനാ. കരയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒരുപാട് ബിസിനസിന്റെ സാമ്രാജ്യം പണിത ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാ പറയുന്നത്, ഉസ്താദ്, കല്യാണം കഴിഞ്ഞിട്ട് 1 അല്ല 2 അല്ല 18 വർഷമായി ഉസ്താദേ. ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ അല്ലാഹു ഒരു കുഞ്ഞുകാലെ കാണാൻ എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല ഉസ്താദ്. എന്റെ മാരായ മംഗലത്തുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, പണമില്ലെങ്കിൽ എന്തേ, പ്രതാപമില്ലെങ്കിൽ എന്തേ, അധികാരമില്ലെങ്കിൽ എന്തേ, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിൽ എന്തേ, ചെറ്റപ്പുരയിൽ ജീവിച്ചാലെന്തേ, കഞ്ഞിവെള്ളം കുടിച്ചാലെന്തേ? അല്ലാഹു നിനക്ക് 3ഉം 4ഉം മക്കളെ തന്നില്ലേ? അല്ലാഹു നിനക്ക് 4ഉം 5ഉം മക്കളെ തന്നില്ലേ? അത് അല്ലാഹു നിനക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കളില്ലാത്തതിന്റെ വേദന ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ